എന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ജയപാലിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗംഗയും കാവേരിയും കൂടെ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്ക് അവരവരുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം എന്തോ അവിടേക്ക് പെട്ടെന്ന് പോവാനായിട്ട് തോന്നി. കാവേരിയാണ് പറയുന്നത്, ഗംഗേച്ചി നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ പോയിരുന്ന് കരയുവാണ്. വീട് കണ്ടു കഴിഞ്ഞപ്പത്തിന് അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജനിച്ചു വളർന്ന വീടാണ്. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി പോയത്. ഈ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയധികം കഷ്ടപ്പെട്ടത്. ഒടുവില് അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, നമുക്ക് മാത്രം എന്താ കാവേരി ഇങ്ങനെ ഒരു വിധി? അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നല്ലേന്ന് ചോദിച്ചു. കാവേരി പറഞ്ഞു, അതെ ഗംഗേച്ചി, ചിലപ്പം ഇതൊക്കെ എന്തെങ്കിലും ഒരു പ്ലാനോടുകൂടി ദൈവം ചെയ്യുന്നതായിരിക്കും. നമുക്ക് വിധിയെ മറികടക്കാൻ സാധിക്കില്ലോ. അതൊക്കെ പറഞ്ഞ് ഗംഗ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നെവിൻ എല്ലോടെ വരുന്നത്. നെവിൻ കണ്ടു സ്കൂട്ടി അവിടെ ഇരിക്കുന്നതും കാവേരിയും ഗംഗയും കൂടെ അവിടെ ഇരിക്കണേ. പെട്ടെന്ന് തന്നെ നെവിൻ അങ്ങോട്ടേക്ക് വന്നു. നെവിൻ വന്നിട്ട്, ഇതെന്താ രണ്ടാളും കൂടെ ഇവിടെ? ഇത് സീൽ വെച്ച വീടല്ലേ, ഇവിടെ നിങ്ങൾ എന്തിനാ കയറിയിരിക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കാവേരിക്ക് ദേഷ്യമായി. അതെ, ഇത് ഞങ്ങൾ ജനിച്ചു വളർന്ന വീടാ, ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്നൊക്കെ ഇരിക്കും. അതൊക്കെ ചോദിക്കാൻ താൻ ആരെന്ന് ചോദിച്ചു നെവിനോട് ദേഷ്യപ്പെടുവാണ്. ഉള്ള ദേഷ്യം മൊത്തം നെവിനോട് തീർത്തു. നെവിൻ പറഞ്ഞു, അല്ല ദേഷ്യപ്പെടാൻ പറഞ്ഞല്ല, ഇത് സീൽ വെച്ചാന്നുള്ള കാര്യം അറിയാലോ. അതൊക്കെ ഞങ്ങൾക്കറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. നീ നിന്റെ പാട് പോയി നോക്ക്, ഞങ്ങൾ എവിടെ ഇരുന്നാ നിനക്ക് എന്താന്നൊക്കെ ചോദിച്ചു. പിന്നീട് നെവിൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിനീതിനെ വിളിക്കുകയാണ്. എടാ വിനീതെ, ഗംഗയും കാവേരിയും അവരുടെ വീടിന്റെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വീടിന്റെ അവിടെ? അതെ, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് അവിടേക്ക് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, എന്താ കാവേരി ഇതെന്താ ഇവിടെ വന്നിരിക്കണേന്ന് ചോദിച്ചു. അത് പിന്നെ വിനീതേട്ട, കാര്യം പറ. ഞങ്ങൾ ജയപാലനങ്ങളെ കാണാൻ പോയിട്ട് വരുന്ന വഴിയാ. ഏക പ്രതീക്ഷ ജയപാലനങ്ങളായിരുന്നു. ഞങ്ങളുടെ അച്ഛന് ഒരു 5-6 ഏക്കർ സ്ഥലം വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പണം കിട്ടുവാണെങ്കിൽ ബാങ്കിൽ അടയ്ക്കുവാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ എന്ന് ഓർത്തിരുന്ന. അപ്പൊ അതിനു വേണ്ടി പോയതാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞ് അച്ഛൻ അങ്ങനെ അതിന് അഡ്വാൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന്. അല്ല, കൊടുത്തെന്നല്ലേ അപ്പം പറഞ്ഞത്? കൊടുത്തെന്ന അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അങ്കിള് പറയുന്നില്ലാന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആകെപ്പാടെ വിഷമിച്ചു പോയി. അവസാന പ്രതീക്ഷയെ നശിച്ചു പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, സാരമില്ല, സങ്കടപ്പെടണ്ട. ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വല്ലതും ആകുമെന്ന് ചോദിച്ചു. എന്നാലും ആ ഒരു പ്രതീക്ഷയില അമ്മയൊക്കെ വീട്ടിലിരിക്കുന്നേ. ആ പൈസ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോയല്ലോ. ഇനിയിപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്തേലും ഒരു പോംവഴി ഉണ്ടാക്കാം, സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് എന്താവാനായിട്ടാ? ഒരു കാര്യം ചെയ്യാം, എഴുന്നേറ്റ് വീട്ടിലേക്ക് ചെല്ല്. അത് കേട്ടപ്പം ഗംഗ പറഞ്ഞു, ഇനി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അമ്മ ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. ജയപാലൻ അങ്കിളിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെയായെന്ന്. അമ്മയും പ്രതീക്ഷയോട് കാത്തിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. സാരമില്ല, നമുക്ക് എന്തേലും പോംവഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ ഒടുവിൽ അവര് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് നിള കിണറ്റിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുക. നിളയോട് ഗീതയാണ് പറഞ്ഞ് വെള്ളം കോരാനായിട്ട്. പാവം, അതിനുള്ള ആരോഗ്യമൊന്നുമില്ല, ചെറിയ കൊച്ചല്ലേ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചു കോരുക എന്ന് പറഞ്ഞാൽ ഒടുവിൽ അങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിളയ്ക്ക് തലകറങ്ങുന്ന പോലെ തോന്നുവാണ്. തലകറങ്ങി വീഴാൻ പോകുന്ന സമയത്താണ് കാവേരിയും ഗംഗയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഓടി വന്ന് നിളനെ പിടിച്ചവര്. എന്നിട്ട് കാവേരി, എന്താ മോളെ ഇത്? എന്താ നിന്നോട് ആരാ പറഞ്ഞു ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യാനെന്ന് ചോദിച്ചു. അത് പിന്നെ കാര്യം പറ. ഗീതേച്ചിയാന്ന് പറയാണ്. ഗീതയോ? അതെ, അത് നിങ്ങൾ പോയതിനു ശേഷം ഇവിടെ പണി ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞു സുജാത ആന്റിയൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അല്ല അമ്മ എന്തിയെ? അമ്മ അടുക്കള ജോലി ചെയ്യുക. അല്ല യമുന എന്തിയെ? യമുനേച്ചി അവിടെ തുണി കഴുകാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മോളൊരു കാര്യം ചെയ്യുക, മോൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, മോളെ ജോലിയും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ നേരെ തുണി കഴുകുന്നിടത്തേക്ക് ചെല്ലുവാണ്. തുണി കഴുകുന്നിടത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും യമുന കുറെ തുണി കഴുകുന്നുണ്ടായിരുന്നു അവിടെ ഇട്ട്. കാരണം കുറേ ഉണ്ട്. ഈ സമയത്ത് അങ്ങോട്ട് എന്നിട്ട് ഗംഗ വെച്ചു, ഇതെന്താ ഇത്രയും തുണിയെന്ന് ചോദിച്ചു. അറിയില്ല, ബെഡ്ഷീറ്റും കമ്പിളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, ഇവരിതെല്ലാം കൂടെ കഴുകാനിട്ട് തന്നിരിക്കുന്നത് കണ്ടാ തോന്നൂലോ, ഇവര് വർഷങ്ങളായി തുണി കഴിയിട്ടെന്ന്. കാരണം അമ്മാതിരി കുറെ തുണി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല, നമുക്കിതൊക്കെ ചെയ്യാന്നൊക്കെ ഗംഗ പറയാണ്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വരണ്ട, പോയി കിടക്കാനൊരു ഇടവില്ലല്ലോ. അങ്ങനെ അവർ തുണിയെല്ലാം കഴുകി വീട്ടിലേക്ക് പോന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഗംഗയ്ക്കാണെങ്കിലും കാവേരിക്കൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പം
എന്തൊക്കെ പ്രശ്നങ്ങളാ വരാൻ പോണേന്ന് അറിയത്തില്ല. ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ വന്നിട്ട് ചോദിച്ചു, എന്തായി മക്കളെ, കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗംഗ പറഞ്ഞു, അമ്മേ ആ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. നടക്കില്ലാന്നോ? അതെന്താ? അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ജയപാലനങ്ങള് പറഞ്ഞിരിക്കുന്ന പണമൊന്നും അച്ഛനെ ഏൽപ്പിച്ചിട്ടില്ലെന്നോ? അതെ, ആ സ്ഥലത്തിന് പണമൊന്നും കൊടുത്തിട്ടില്ലെന്നാ പറയണേ. അങ്ങനെയല്ലല്ലോ അച്ഛൻ നമ്മളോട് പറഞ്ഞേ. അത് ശരിയാ, പക്ഷെ അങ്കിൾ അങ്ങനെയല്ല പറയണേ. അങ്കിളിനെ അവിശ്വസിക്കാനും പറ്റില്ല. ഇനി എന്ത് ചെയ്യണോ അമ്മേ? ബാങ്കിലെ പണം എങ്ങനെ അടയ്ക്കുമെന്ന് ചോദിച്ചു. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശാരദ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശാരദ വീണ്ടും പോയി അടുക്കളയിൽ പോയി ജോലികളൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് ഗീത അവിടെ കിടന്ന് കറി കരിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാനും കൂടെ സഹായിക്കാന്ന് പറഞ്ഞു. സഹായിക്കാൻ പോലും, എന്നാ പിന്നെ സഹായിച്ചു കൂടാന്ന് ചോദിച്ചു ഗീത ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനും എന്ത് വെള്ളം ഈ പണി വീട്ടിൽ ചെയ്തോളാം, പക്ഷെ എൻ്റെ അനുജമത്തിമാരെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തല്ല. നീളയൊക്കെ ചെറിയ കുട്ടിയല്ലേ, അവളെ കൊണ്ട് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യിക്കില്ലെന്ന് പറഞ്ഞു. ചെയ്യിക്കാതിരിക്കണമെങ്കിലേ നീയൊക്കെ മര്യാദയ്ക്ക് ഇവിടെ വൃത്തിക്ക് ജോലി ചെയ്യണം. അല്ലാതെ കണ്ടെടുത്തോട് നിരങ്ങി നടന്നിട്ടെ കഴിക്കാൻ സമയമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് കാവേരി അങ്ങോട്ട് കയറി വരുന്നേ. കാവേരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരാ കണ്ടെടുത്തോടെ നിരങ്ങാൻ പോയത്? ഞങ്ങൾ ആരും കണ്ടെടുത്തോടെ നിരങ്ങാൻ പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ നീക്കിത് എവിടെ പോയതായിരുന്നു? ജോലി ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കറങ്ങി അടിച്ച് നടക്കും. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, അത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങളോ? നീ എന്താടി എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാറായെന്ന് ചോദിച്ചു. അതെ, വേണ്ടി വന്നാൽ കൈ ചൂണ്ടി സംസാരിക്കുക മാത്രമല്ല കർണത്തടിക്കുകയും ചെയ്യും. എന്റെ അനുജത്തിമാരെ കൊണ്ട് വേണ്ടാത്ത ജോലികളൊക്കെ ചെയ്യിച്ചാണ്ടല്ലോ, സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. എടി നാണം ഉണ്ടോ ഇടി നിനക്ക്? ഞങ്ങളുടെയൊക്കെ ചെലവ് വന്ന് കിടന്നിട്ട് ഞങ്ങളുടെ നേരെ കൈയോങ്ങുന്നേ. ഓ പിന്നെ നിങ്ങളുടെ ചെലവ് നിങ്ങൾ വലിയ ഔദാര്യമായിട്ട് കാണുമൊന്നും വേണ്ട. എല്ലാ കാലം ഞങ്ങൾ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഒടുവില് കെങ്കി അടുക്കിലേക്ക് കയറി. കാവേരി വേണ്ട, വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവര് പറയുന്ന കേട്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗീത സുജാതയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ കണ്ടോ ഇവളുടെയൊക്കെ അഹങ്കാരം കണ്ടോ? കിടക്കുന്ന നമ്മുടെ അടിമകളായിട്ടാണെങ്കിലും അവളുടെയൊക്കെ നാക്കിന്റെ നീളം കണ്ടോ? ഇപ്പോഴും അഹങ്കാരത്തിന്റെ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും ദുബായിക്കാരന്റെ വീട്ടിലാ ജീവിക്കണമെന്ന ഭാവം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുജാത പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മോളെ. എന്ത് ചെയ്യാനാന്ന് പറ. എന്റെ വിനീതിനെ തള്ളിക്കളഞ്ഞിട്ട് ദുബായിക്കാരന്റെ കൂടെ പോകാണ്ടിരുന്നവളല്ലേ, എന്നിട്ട് എന്തായി? കല്യാണം നടന്നോ? ഇല്ലല്ലോ. അവസാനം വിനീതിന്റെ കീഴിലേക്ക് തന്നെ വന്ന് കഴിയേണ്ട വന്നില്ലേ? ഇതാണ് ദൈവത്തിന്റെ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്. ഇങ്ങനെ തന്നെ വേണം. ഇവളുടെ അഹങ്കാരത്തിനൊരു ശമനമായില്ലേ എന്റെ പാവം പിടിച്ച ചെറുക്കന്. ഈ സമയത്ത് ഗീത പറഞ്ഞു, അത് പിന്നെ വിനീതന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട്, അവൻ പാവമായതുകൊണ്ട് അതൊക്കെയാന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട. അവനെ ശരിക്കും പറഞ്ഞാൽ ഇവള് കയ്യിലെടുത്തെന്ന് കരുതിയാൽ മതി. കറക്കി വശത്താക്കി വെച്ചിരിക്കുവല്ലേ. എന്നിട്ട് എന്റെ മോനെ ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയണം. കെങ്കിക്ക് സങ്കടമായി. അപ്പോഴേക്കും കാവേരിക്ക് ദേഷ്യം വന്നു. കാവേരി ഗീതയോട് പറഞ്ഞു, ഇനി ഒരു അക്ഷരം പോലും എന്റെ ചേച്ചിനെ കുറിച്ച് നിങ്ങൾ മിണ്ടിപ്പോയേക്കില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഗംഗയുടെ കയ്യും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ശാരദയും മക്കളും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ശാരദയോട് ഗംഗ പറഞ്ഞു, അമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീള പറഞ്ഞു, അതേമ്മേ എനിക്ക് പറ്റില്ല, ഇവിടെ ഞാൻ മടുത്തു, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം, എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാരണം കൊച്ച് അത്രമാത്രം വിഷമിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ജോലികളൊക്കെ ചെയ്യുന്നേ. സ്വന്തം വീട്ടിൽ ഇങ്ങനെ ജോലികളൊന്നും ചെയ്തിട്ടില്ലോ ശാരദ അല്ലെങ്കിൽ ഗംഗ അവരൊക്കെ ചേർന്നിട്ടല്ലേ ചെയ്യുന്നേ. പക്ഷെ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഒടുവിൽ കാവേരി പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തേലും മാർഗം ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞു. ഇനി ഇവിടെ കിടക്കണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് വിനീത് അത് കേൾക്കുവാണ്. വിനീതിന് ഭയങ്കര സങ്കടമായി. കാരണം വിനീത് മനസ്സിലായി ഇവർ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് ഇവിടെ. കാരണം സ്വന്തം വീട്ടിൽ എത്ര സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നേ. വിനീത് ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ വിനീത് കാണുന്നതല്ലായിരുന്നോ. പക്ഷെ ഇവിടെ വന്നിട്ട് അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നും വിനീതിന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.